ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഉലുവയും ജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ കേട്ടോ, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടം, ചിലർക്ക് കുറവാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അല്ലേ മീൻകറി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മീൻകറി വയ്ക്കാറ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുണ്ട്, അതേപോലെ ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇതിന് നന്നായി മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. പുളിവെള്ളത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തേങ്ങയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരച്ചത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണേ. അപ്പോൾ ഇതിലൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് അടപ്പിട്ട് മൂടിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ മീൻകറി. അപ്പോൾ ഇതിന് നന്നായി സെറ്റായി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് മീനിട്ട് കൊടുക്കാവേ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിള വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടപ്പിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇവിടെ മീൻകറി ഇതിന് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. താങ്ക് യു.